സാക്ഷ്യം വഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം നോക്കൽ ബുദ്ധിമുട്ടാക്കൂല. ഈ കാര്യങ്ങൾ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മഹറമുകൾ ഉണ്ട്. അത് സൗകര്യമായ സ്ഥലത്താണെങ്കിലും പുരുഷന്മാർ സാക്ഷിയാകാൻ വേണ്ടി മനഃപൂർവ്വം നോക്കൽ ബുദ്ധിമുട്ടാക്കൂലെന്ന് അത് ഹറാമില്ല. അതാണ് ഔദ്. എന്നാൽ വയുഫറഖു ബൈനഹു വ ബൈന മാ മറ ഫിൽ മുആലജതി, ചികിത്സിക്കുന്നിടത്ത് ഇന്നലെ കഴിഞ്ഞു പോയ അതിൻ്റെയും സാക്ഷ്യത്തിന് വേണ്ടി നോക്കുന്നതിൻ്റെയും ഇടയിൽ ഫർക്ക് പറയാം. ബി അന്നൻ നിസാ നാഖിസാത്ത്, സ്ത്രീകൾ നാഖിസാത്തും, അവർ നാഖിസുകളാണ്, അവർ പൂർണ്ണമായവരല്ല. വഖദ് ലാ യുഖ്ബൽന, അപ്പം അത് കാരണമായി ചില സാക്ഷ്യങ്ങളിൽ ആ സ്ത്രീകളെ സ്വീകരിച്ചോളണം എന്നില്ല. വൽ മഹാരിമ, മഹ്റമുകളോ, വനഹ്വഹും, അവരെ പോലെയുള്ളവർ, മഹ്റമുകളും അവരെ പോലെയുള്ളവരും ഖദ് ലാ യശ്ഹദൂന, ചിലപ്പോൾ അവർ സാക്ഷ്യം വഹിച്ചോണം എന്നുമില്ല. സുമ്മ റഅയ്തു ബഅദഹും, പിന്നെ ഞാൻ അവരിൽ ഫുഖഹായിൽ ചിലരെ ഞാൻ അറിഞ്ഞു. അജാബ, അവർ ജവാബ് പറഞ്ഞതായിട്ട്, ബിഅന്നഹും, തീർച്ചയായും ഫുഖഹാ, വസ്തഊന, ഇവിടെ അവർ വിശാലമാക്കിയിട്ടുണ്ട്. യുഇത്നാം ബി ഷഹാദത്തി, ഷഹാദത്തിൻ്റെ കാര്യം കൊണ്ട് പ്രത്യേകിച്ച് പരിഗണിച്ചതിന് വേണ്ടി, ഈ സാക്ഷ്യത്തിന് വേണ്ടി നോക്കുന്നിടത്ത് അവർ ഒരുപാട് സൗകര്യങ്ങളും വിശാലതയും ചെയ്തിട്ടുണ്ട്. അതാണ് കാരണം. വൻ നദറുൽ ഗൈരി ദാലിക, അതല്ലാത്തതിന് വേണ്ടി നോക്കും. മേൽ പറഞ്ഞിരിക്കുന്ന നോട്ടം ദായിസാക്കുന്ന കാര്യങ്ങൾ കുറെ പറഞ്ഞു. അത് അല്ലാത്തതിന് വേണ്ടി നോക്കൽ മുഫസ്സിഖ്, അത് ഫാസിഖാക്കുന്ന വലിയ കുറ്റം തന്നെയാണ്. അലാമാ ഖാലഹുൽ മാവർദി, മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് പ്രകാരം. സാധാരണയിൽ അലാമ എന്ന് പറഞ്ഞാൽ തന്നെ തബ്രിയത്തിന്റെ വാക്കാണ്. വ ഖദിയത്തുഹു, ആ പറഞ്ഞതിന്റെ തേട്ടം, അന്നഹു കബീറത്തുൻ, അത് വൻദോഷം ആണ് എന്നാണ്. ലാക്കിൻ ഫി അദ്ദിഹിം ലി സഗായിരി, പക്ഷേ അവർ ചെറുദോഷങ്ങളെ എണ്ണി പറഞ്ഞതിലുണ്ട്. മാ യുഖാലിഫുഹു ഫി ഹദ്ദിഹിം എന്നുള്ളത് അവിടെയും ഒരു പക്ഷേ ശ്രദ്ധിക്കണം. ഫി ഹദ്ദിഹിം എന്നാവല, ഫി ഹദ്ദിഹിം എന്നായിരിക്കും, ഫി ഹദ്ദി എന്നായിരിക്കണം. അവർ താരീഫ് പറഞ്ഞതിലുണ്ട്, അവർ താരീഫ് പറഞ്ഞതിലുണ്ട്. ലിസ്സഗായിരി, ചെറുദോഷങ്ങൾക്ക് താരീഫ് പറഞ്ഞതിലുണ്ട്. മാ യുഖാലിഫുഹു, ഇതിനോട് എതിരാകുന്ന ഒന്ന്. അതായത് ഇത് വൻദോഷത്തിൽ പെടില്ല, ചെറുദോഷത്തിലേ പെടും. അങ്ങനെയാകുമ്പോൾ അത് മുഫസ്സിഖാണ് എന്ന് പറയാൻ കഴിയും. വ തകല്ലുഫുൽ കശ്ഫി, ഈ തകല്ലുഫാണ്. വതുക്കല്ലഫുൽ, അവളോട് കൽപ്പിക്കണം. വതുക്കല്ലഫു, പെണ്ണിനോട് കൽപ്പിക്കണം. അൽ കശ്ഫ, അവള് മുഖം വെളിവാക്കി തരണം എന്ന്. തഹമ്മുലി, തഹമ്മുലിന് വേണ്ടിയും വല്ലതായി, അതായതിനു വേണ്ടിയും, സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയും ആ സാക്ഷ്യം വീട്ടാൻ വേണ്ടിയും പെണ്ണിനോട്
മുഖം വെളിവാക്കി കാണിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അതിപ്പോൾ അങ്ങനെ കൽപ്പിക്കേണ്ടി വന്നെങ്കിലേ ഉള്ളൂ. അതായത് അവിടെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ മഹറമുകളോ മതിയാവുന്നവർ ഇല്ലാത്ത സാഹചര്യമായി. ഇനി ഫൈനും തനാത്ത് അവള് അത് ഒഴിവാക്കാൻ വിസമ്മതിച്ചാലോ, ഉമ്മിരത്തും പ്രാത്തും അവനാവുക, ഒരു പെണ്ണിനോട് കൽപ്പിക്കണം. അല്ലെങ്കിൽ ആ പെണ്ണ് പോലെയുള്ളവരോട് കൽപ്പിക്കണം. ബി കശ്മിഹ, അവളോട് മുഖം വെളിവാക്കാൻ കൽപ്പിക്കണം. സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, സാക്ഷ്യം കൂട്ടാൻ വേണ്ടിയുമൊക്കെ ഇങ്ങനെ മുഖം വെളിവാക്കാൻ ആവശ്യപ്പെടാം. വെളിവാക്കുന്നില്ലെങ്കിൽ അവളുടെ മേലിൽ കഹരിയായ നിലയ്ക്ക് തന്നെ ഒരു പെണ്ണോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെ കൊണ്ടോ വെളിവാക്കാൻ വേണ്ടി കൽപ്പിക്കുക. പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ, ലളിതമായ രൂപത്തിൽ വെളിവാക്കുകയാണ് വേണ്ടത്. അവളുടെ വസ്ത്രമൊന്നും കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെയാണ് വെളിവാക്കേണ്ടത്. പക്ഷേ അത് കേടുവരുത്തിക്കൊണ്ടേ ഇവിടെ വെളിവാക്കാൻ കഴിയുമെങ്കിലോ, എന്നാൽ പിന്നെ അതും ചെയ്യാമെന്ന. കാല സുബുക്കിയും ഇമാം സുബുക്കി റഹ്മഹുല്ലാഹ് പറഞ്ഞു, വൈന്ദ നിക്കാഹിഹ, അവളെ നിക്കാഹ് ചെയ്യുമ്പോൾ ആ സമയത്ത് ലാ ബുദ്ധ, കൂടാതെ കഴിയില്ല, അരിഫ ഷാഹിദാനി, ഇവളെ രണ്ട് സാക്ഷികൾ അറിയൽ കൂടാതെ കഴിയില്ല. ബിൻ നസബി, നസബ് കൊണ്ട് അറിയണം. ഔ ബി കശ്മി വജിഹിഹ, അല്ലെങ്കിൽ അവളുടെ മുഖം വെളിവാക്കൽ കൊണ്ട് അറിയാം. അങ്ങനെ അറിയൽ കൂടാതെ കഴിയില്ല. അപ്പോ നിക്കാഹിന്റെ സമയത്ത് ഈ സാക്ഷ്യം വഹിക്കൽ, നിക്കാഹ് നടന്നു എന്ന് സാക്ഷ്യം വഹിക്കൽ, അത് മുനസ്സലും മൻസിലത്തൽ അതായി, ആ സാക്ഷ്യം വീട്ടുന്നതിൻ്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ടത്. അപ്പോൾ സാക്ഷ്യം കൂട്ടണമെങ്കിൽ ഈ ആളുടെ പേരിലാണോ സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഒന്നിക്കും നസബ് കൊണ്ട് പറയാൻ കഴിയണം, അല്ലെങ്കിൽ മുഖം വെളിവായി അറിയൽ കൊണ്ട്, അതായത് രാത്ത് അറിയൽ കൊണ്ട്, ആളെ അറിയൽ കൊണ്ട് പറയാൻ കഴിയണം. അപ്പൊ അങ്ങനെ നസബ് കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആകെ എങ്ങനെ അറിയുള്ളൂ? ആളെ കണ്ടാലേ അറിയുള്ളൂ. അങ്ങനെ വന്നാൽ കാണൽ ആവശ്യമാണ്. അപ്പൊ നിക്കാഹിന്റെ സമയത്ത് തഹമ്മുൽ എന്ന് പറഞ്ഞാൽ ഈ നിക്കാഹ് നടക്കുന്ന കാര്യം തഹമ്മുൽ ചെയ്യാം. അത് അദാവിന്റെ സ്ഥാനത്താണ്.
ഒരു സാക്ഷ്യം ഒരാളെ തൊട്ട് വഹിച്ചു കഴിഞ്ഞാൽ അയാളെ തൊട്ട് ആ സാക്ഷ്യം വീട്ടുമ്പോഴും എന്ത് ചെയ്യണം? ആ ആൾ തന്നെയാണ് ഇത് എന്ന് ഉറപ്പ് വേണം. എന്നെങ്കിലേ ആ സാക്ഷ്യം വീട്ടാൻ പറ്റും. വഫീ ദാലിക, ഇത് സംബന്ധമായി ഉണ്ട് വസ്തു ഒരു വിശദീകരണമുണ്ട്. ദക്കർത്തുഹു, ഞാനത് പറഞ്ഞിട്ടുണ്ട് ഫിൽ ഫത്താവ, ഫത്താവയിൽ. വയത്തി ബാദുഹു, അതിൻ്റെ ബാദ് വരും ഇവിടെ നിക്കാഹിന്റെ ബാബിൽ തന്നെ വരും. വലു അറഫഹ ഷാഹിദാനി ഫിൽ നിഖാഹ്, എന്നാൽ ഇവിടെ രണ്ട് സാക്ഷികൾ അവൾ മുഖമൂടിയുടെ അകത്തായ നിരക്ക്, മുഖമൂടി ധരിച്ച നിരക്ക് അവളെ തിരിച്ചറിയുകയാണെങ്കിൽ അവിടെ ലഭ്യത്തിൽ വെളിവാക്കൽ ആവശ്യമില്ല. ഫാലിഹി അത് പ്രകാരം യാറുമുൽ കഷ്ഫ്, ആ സമയത്ത് വെളിവാക്കൽ ഹറാമാണ്. ആവശ്യമില്ല എന്ന പ്രകാരം ഫാലിഹി അത് പ്രകാരം കഷ്ഫുള്ള ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത കഷ്ഫു ഹറാം. ഇതിലാ ഹാജത്തേന്, കാരണം അതിലേക്ക് ആവശ്യമില്ല. മത്താ ഖശിയ ഫിത്നത്തൻ ഔ ശഹവത്തൻ, ഈ നോട്ടം കാരണമായി വല്ല ഫിത്നയോ അല്ലെങ്കിൽ ശഹവത്തോ പേടിച്ച ലം എന്നൊരു നോക്കാൻ പാടില്ല. ഇല്ല ഇൻ താഴ്ച, അത് താഴ്ചയിൽ ഈ നോട്ടം തന്നെ അവിടെ നിജമായി വരുന്ന അവസ്ഥയിൽ ഒഴികെ, ഈ നോട്ടം തന്നെ അവിടെ നിജമായി വരുന്ന അവസ്ഥയിൽ ഒഴികെ അപ്പോഴേ നോക്കാൻ പറ്റും. കാല സുബുക്കി ഒമാദാദിക്ക് ഷഹുവത്ത്, ഇമാം സുബുക്കി പറഞ്ഞത് അങ്ങനെ നിജമായിരിക്കലോട് കൂടെ നോക്കിയാൽ ഏസമു, ഈ നോക്കിയവൻ കുറ്റക്കാരനാകും ഷഹുവത്ത്, ഷഹുവത്ത് കാരണമായി. മൊയ് നുസീബ, അവന് പ്രതിഫലം നൽകപ്പെട്ടാലും അലത്തഹമ്മുലി, സാക്ഷ്യം വഹിക്കലിൻ്റെ പേരിൽ സാക്ഷ്യം വഹിക്കുക എന്നതിന് കൂടിയുണ്ട്. എന്നാലും എന്തായി, ഈ ഷഹുവത്ത് കാരണമായി അവന് ശിക്ഷയും ഉണ്ടാകും എന്നാണ് ഇമാം സുബുക്കി പറഞ്ഞത്. ലിഅന്നഹു ഫീലുൻ ദു വജ്ഹൈ, കാരണം ഈ പ്രവർത്തനം രണ്ട് വജ്ഹുള്ള ഒരു ഫീലാണ്. അങ്ങനെയാണ് സുബുക്കി ബാബു. വക്കാല ബാദുഹും, അവർ ചിലർ പറഞ്ഞു യംബഗിൽ ഹില്ലു മുത്ലഖ്, ഇവിടെ ഈ നോട്ടം ഒരു ശറഈയായ ആവശ്യത്തിന് വേണ്ടിയാണ്. അന്നേരക്ക് ഈ നോട്ടം ഹലാലാണ് എന്ന് പറയലാണ് അത്യാവശ്യം. മുത്തലഖ് നിരുപാധികം, അതായത് ഫിത്നയെ പേടിക്കലുണ്ടാകട്ടെ, ഷഹ്വത്തുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, അത് നിരുപാധികം ഹലാലാണെന്ന് പറയലാണ് അത്യാവശ്യം. കാരണം അന്ന ഷഹ്വത്ത അമ്രും തബഈ, ഷഹ്വത്ത് എന്ന് പറയുന്നത് ഒരു തബഈയായ കാര്യം. ലാ യൻഫഖു അനിൻ നദർ, ആ ഷഹ്വത്ത് എന്ന തബഈയായ കാര്യം നോട്ടത്തെ തൊട്ട് അത് പിരിയില്ല. നോക്കുമ്പോഴൊക്കെ എന്തുണ്ടാകും? ഈ ഷഹ്വത്ത് എന്ന തബഈയായ കാര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫലാ യുകല്ലഫു ഷാഹിദു, ഈ സാക്ഷിയോട് കൽപ്പിക്കപ്പെടാനാകില്ല ബി ഇസാലത്തിഹ, ആ ഷഹ്വത്തിലെ നീക്കൽ കൊണ്ട്, വലാ യുആഖദു ബിഹ, ആ ഷഹ്വത്ത് കൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടുന്നതും അല്ല. കമാ ലാ യുആഖദു സൗജു ബിമൈലി ഖൽബിഹി, ഏതുപോലെ ഭർത്താവിനെ പിടികൂടാത്തതുപോലെ, ശിക്ഷിക്കപ്പെടാത്തതുപോലെ അവന്റെ ഹൃദയം ആകർഷിക്കൽ കൊണ്ടിനി ബാദി നിസ്ബത്തിഹി, അവന്റെ ഭാര്യമാരിൽ ചെറിയരിലേക്ക് മാത്രം. ഒന്നിലേറെ ഭാര്യമാരുണ്ട്, അവന്റെ മനസ്സിൽ ചായവും സ്നേഹവും പ്രേമവും അധികമുള്ളത് അവന്റെ ചില ഭാര്യമാരോടാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഓനെ ശിക്ഷിക്കപ്പെടുന്നില്ല. വൽ ഹാക്കിമു, ഹാക്കിമിനെ ശിക്ഷിക്കപ്പെടാത്ത പോലെ
ബിമൈനി കൽബിഹി അവൻ്റെ കൽബ് ആകർഷിക്കൽ കൊണ്ട് ഇനി ബാദുൽ ഖുസൂമി ചില കക്ഷികളിലേക്ക് കേസ് വാദിക്കാൻ വേണ്ടി വരുന്ന രണ്ടെതിര് കക്ഷികളിൽപ്പെട്ട ഏതോ ചില ആൾക്കാരിലേക്ക് ഈ ഹാക്കിമിന് ചില പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി, അതുകൊണ്ട് സൂക്ഷിക്കപ്പെടുന്നില്ലല്ലോ. അതേപോലെ വല്ലതി യത്തജിഹു എന്നാൽ മുത്തജിഹായ അഭിപ്രായം ഹംദുൽ അവ്വലി ആദ്യം പറഞ്ഞതിനെ ചുമത്തല. സുബുക്കിമാമ് പറഞ്ഞല്ലോ ഷഹ്വത്ത് കാരണമായി കുറ്റമുണ്ടാകും എന്നതിന് അലാമാ ബിഖ്തിയാരി അലാമാ ഒന്നിൻ്റെ മേൽ അവൻ്റെ ഇഖ്തിയാർ കൊണ്ടുണ്ടായ ഷഹ്വത്തിൻ്റെ മേലാണ് എന്തുള്ളത് ആ കുറ്റമുണ്ടാകും എന്ന് പറഞ്ഞു. വസാനി രണ്ടാമത്തേത് ചുമത്തലാണ് അലാ ഖിലാഫിഹി അതിൻ്റെ എതിൻ്റെ മേൽ, അതായത് അവൻ ഇഖ്തിയാർ കൊണ്ടുള്ളതല്ല, അതിനാണ് ഹലാല് എന്ന് പറയാൻ പറ്റുള്ളൂ. ഖമാ യക്തവീഹി ഖമാ ഒന്നുപോലെ യക്തവീഹി അതിനെ തേടുന്നു മാ ഒന്ന് നദറബിഹി അതുകൊണ്ടാണല്ലോ ഇവിടെ തന്ദീർ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ അതായത് ചില ഹസ്ബുകളിലേക്ക് ഹാക്കിമിന് മൈലുണ്ടാവുക, അതേപോലെ ചില ഭാര്യമാരോട് പ്രത്യേകം താല്പര്യമുണ്ടാവുക പോലെയുള്ളൂ. അത് ഇഖ്തിയാർ കൊണ്ടല്ല, ആ ഇഖ്തിയാർ കൊണ്ടല്ലാത്തതിനാണ് ശിക്ഷയില്ലാത്തത്. ബാഹത്ത സർക്കഷിയു സർക്കഷി റഹ്മഹുല്ലാ ബാഹത്ത് ചെയ്തു അന്നഹില്ല നവറി ഷാഹിദ് സാക്ഷിക്ക് നോക്കൽ ഹലാലാണ് എന്ന് പറഞ്ഞത് മുഫറഉൻ അൽ മദ്ഹബി അത് മുഅ്തമദിന്റെ മേൽ മുഫറ അന്നഹു ലാ യക്ഫി തഅരീഫു അദിൽ മദ്ഹബിന്റെ മേൽ മുഫറാണെന്ന് ഒരു അതിലിന്റെ തഅരീഫ് മതിയാവൂല. ഒരു അതിൽ നീതിമാൻ പരിചയപ്പെടുത്തി കൊടുത്താൽ മതിയാകൂല എന്ന ആശയം പിടിച്ചുകൊണ്ടാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതാണ് മദ്ഹബ്. എന്നാൽ അമ്മ അലാമ അലഹിൽ അമൽ എന്നാൽ ഒരു അഭിപ്രായ പ്രകാരം അതിൻ്റെ മേലാണ് അമൽ നടക്കുന്നത്. കമാ എത്തി ഷഹാദാത്തി അത് ഈ ഷഹാദാത്തിൻ്റെ ബാബിൽ വരുന്നത് പോലെ ഫലാശക്ക ഫിംതനാഹി അങ്ങനെ വരുമ്പോൾ അമലിപ്പം നടക്കുന്നതിൻ്റെ മേൽ എടുത്തുകൊണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ നോട്ടം സാക്ഷി നോക്കൽ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു സംശയമേ ഇല്ല. ആ ബഹത്തിൽ നവറുണ്ട്, സർക്കഷിയുടെ ആ ബഹത്തിൽ നവറുണ്ട്. അന്ന കാരണം തീർച്ചയായും നമ്മൾ വൈൽ കുൽനാബിഹി നമ്മളിപ്പോൾ എന്തായ ആ മദ്ഹബിന്റെ മുഖാബല് അമലുള്ള അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു സാക്ഷി പരിചയപ്പെടുത്തിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞാലും ശരി, അന്നവർ സാക്ഷി നേരിട്ട് കാണൽ അതാണല്ലോ അഹവത്വം, ഏറ്റവും സൂക്ഷ്മത. അപ്പം അതുകൊണ്ട് ഒരാൾ പരിചയപ്പെടുത്തിയാൽ മതി എന്ന അഭിപ്രായം പിടിച്ചാലും സാക്ഷിക്ക് നോക്കാവുന്നതാണ് എന്ന് കിട്ടും. വക്കഫാബി നാലിക്ക വാവുല അതാണ് ഏറ്റവും നല്ലത്. വക്കഫാബി നാലിക്ക ഹാജത്തൻ അത് മതിയല്ലോ, ഹാജത്തൻ ആവശ്യത്താൽ മുജവ്വിസത്തൻ ലഹു ആ നോക്കലിനെ ജായിസാക്കി തീർക്കും. തഅലീം പഠിപ്പിക്കാൻ വേണ്ടി, ഇടപാടിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി, തഅലീമിൻ പഠിപ്പിക്കാൻ വേണ്ടി, അമ്രത ഓന്ത അമ്രത പഠിപ്പിക്കാനും അല്ലെങ്കിൽ അമ്രതിലേക്കും മുന്തയിലേക്കും ഒക്കെ നോക്കൽ പറ്റും. കമാ സറഹ ബിഹി സിയാഖ് അതുകൊണ്ട് സിയാഖ് വ്യക്തമാക്കി പറഞ്ഞതിന് വേണ്ടി. ഖിലാഫല്ലിമ ഒന്നിന് എതിരായിട്ട് ഞാൻ പറയുന്നു, യൂഹിമുഹു അതിനെ തോന്നിപ്പിക്കുന്നു, കലാമു ഷാരിഹിൻ ഏതോ ഒരു ഷാരിഹിൻ്റെ കലാം, മീൻ ഇഖ്തിസാസി ബിൽ അമ്ര തഅലീം എന്നുള്ളത് അമ്രതിന് മാത്രമുള്ള വിഷയമാണ് എന്ന് ഏതോ ഒരു ഷാരിഹിൻ്റെ
കലാമ് തോന്നിപ്പിക്കുന്നു, അതിനെതിരായിട്ട് ഞാൻ പറയുന്നു. ഇവിടെ മൊത്തത്തിൽ ഈ കലാമിനെ കൊണ്ടുവന്ന ഇതിൻ്റെ സിയാഖ്, എന്താവശ്യത്തിന് വേണ്ടിയാണ് കലാമ് കൊണ്ടുവന്നത്, അതെന്ത് ചെയ്യുന്നു? ഇടപാടിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളെയും അതുപോലെ അമ്രതിനെയും നോക്കൽ അനുവദനീയമാണ്. കാല സുബുക്കിയും വയറു, ഇമാം സുബുക്കിയും മറ്റും പറഞ്ഞു, ഹാദി, ഈ മസ്അല, അതായത് തഅലീമിന് വേണ്ടി നോക്കാം എന്ന് പറഞ്ഞ മസ്അല, മിൻ തഫർദാത്തിൽ മിൻഹാജ്, മിൻഹാജിൻ്റെ തഫറുദുകൾ, അതായത് മിൻഹാജ് സ്വന്തമായി പറഞ്ഞ മസ്അലകളിൽ പെട്ടതാണ്. ഐ ദൂന റൗദി വാസുലിഹ, റൗദനെയും അതിൻ്റെ അസുലിനെയും കൂടാതെ അസുൽ. വൈല, അങ്ങനെ റൗദയിലേക്കും അസുൽ റൗദയിലേക്കും നോക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് വെക്കുന്നില്ലെങ്കിൽ, ഫഹിയ, ഈ മസ്അല ഫി ഷർഹി മുസ്ലിമിൻ വൽ ഫത്താവ, ഷർഹ് മുസ്ലിമിലും ഫത്താവയിലും ഈ മസ്അലയുണ്ട്. വൈന്നമാ യദ്ഹറു, എന്നാൽ വൈന്നമാ യദ്ഹറു, ഇത് പഠിപ്പിക്കാൻ വേണ്ടി നോക്കാം എന്ന് പറഞ്ഞ ഈ ആശയം അത് വ്യക്തമായി ബോധ്യമാകും എവിടെ? ഫീമ, ഒന്നിനെ പറ്റി മാത്രം. യജിബു തഅല്ലുമുഹു വ തഅലീമുഹു, ആ ഒന്ന് പഠിക്കലും പഠിപ്പിക്കലും നിർബന്ധമാണ്. പഠിക്കലും പഠിപ്പിക്കലും നിർബന്ധമായ വിഷയം ആയ ഒന്നാണെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി നോക്കാം എന്ന് വ്യക്തമാണ്. കൽ ഫാത്തിഹത്തി, ഫാത്തിഹ പോലെ. ഫാത്തിഹ പഠിച്ചില്ലെങ്കിൽ നിസ്കാരം സഹിയാകൂല. അപ്പോൾ അങ്ങനെയല്ല. വമാ, ഒന്നും യതഅയ്യനു ഫീഹി, അതിൽ തഅയ്യുനാകും, ദാലിക, ആ പഠിപ്പിക്കൽ കൂടാതെ കഴിയാത്ത ഒന്ന്, മിനസ്സനായി, പ്രവർത്തനങ്ങളാണ്, അൽ മുഹ്താജ് ഇലൈഹ, അതിലേക്ക് ആവശ്യമായ, ബിശർത്തി ഫഖദ് ജിൻസിൻ വ മഹറം, ഈ ജിൻസ് ഇല്ലാതിരിക്കുക, ജിൻസിനെ ഇല്ലാതെയാക്കണം എന്ന ഷർത്തോടു കൂടെയും മഹറമിനെ ഇല്ലാതെയാക്കണം എന്ന ഷർത്തോടു കൂടെയും. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പെണ്ണിന് പെണ്ണ് തന്നെ പഠിപ്പിക്കാൻ പറ്റിയവളില്ലെങ്കിൽ, അതേപോലെ ആണിന് ആണ് തന്നെ പഠിപ്പിക്കാൻ പറ്റിയവരില്ലെങ്കിൽ, അല്ലെങ്കിൽ മഹറം പഠിപ്പിക്കാൻ പറ്റിയവർ, സാലിഹിൻ പറ്റുന്ന, ഇതിന് യോഗ്യരായ, അതേപോലെ വറായി ഹിജാബിൻ, ഒരു മറയുടെ പിന്നിൽ നിന്നായ നിലക്ക് ഈ പഠിപ്പിക്കൽ അസാധ്യമാണ്, ആകണം എന്ന ഷർത്തോടു കൂടി. ഒരു മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് കാണാതെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറ്റും, അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. അതേപോലെ ഉദൂദി മാനി ഹൽവത്തിൽ, ഹൽവത്തിനെ തടയുന്നത് ഉണ്ടാകണം എന്ന ഷർത്തോടു കൂടി. അഹദം മിമ്മ മറഫിൽ ഇലാജ്, ഇലാജിന്റെ ബാബിൽ കഴിഞ്ഞു പോയ ഒന്നിൽ നിന്ന് പിടിച്ചെടുത്തതിന് വേണ്ടി. ലാ ഫീമ ലാ യജിബു, നിർബന്ധമാകാത്ത കാര്യങ്ങളിലല്ല. അപ്പൊ നിർബന്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇത് പറ്റൂല. കമാ യദുല്ലു ലഹു ഖൗലുഹു, അതിന് അനുകൂലമായി അറിയിക്കുന്നതിന് വേണ്ടി ഖൗലുഹു, മുസന്നിഫിന്റെ വാക്ക്, അൽ ആതീഫി സദാഖി, ബഹറിന്റെ ബാബിൽ വരുന്നു. താദറ താലീമു, അതിനെ പഠിപ്പിക്കൽ അസാധ്യമാണ്. അതായത് അവൻ പഠിപ്പിക്കാൻ, തലാക്ക് ചൊല്ലിയ ഭർത്താവ് തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിന് ഖുർആൻ പഠിപ്പിക്കുക, ഫാത്തിഹ അല്ലാത്തത്, അങ്ങനെയുള്ള പഠിപ്പിക്കൽ അസാധ്യമാണ് എന്ന് പറയുന്ന, അവിടെ പറയുന്നില്ല വിഷയം. അല്ല അസ്വഹി, അസ്വഹി പ്രകാരം. വഅല്ലഹു റാഫിയു, അതിന് കാരണം പറഞ്ഞു റാഫിയുമാണ്. ബിഖശിയത്തിൽ വുഖൂഇ ഫി തുഹമത്തി, ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോകും എന്ന ഭയം കൊണ്ട്. അതേപോലെ വൽ ഖൽവത്തിൽ
മുഹറമത്തിൽ ഹറാമായ ഹൽവത്തിലും പെട്ടുപോകുമെന്ന്. മുക്കാബലഹു ഈ അസഹിന്റെ മുക്കാബലി മുഹാമി വറായി ഹിജാബി, അവൾക്ക് പഠിപ്പിക്കണം ഒരു മറയുടെ പിന്നിൽ നിന്ന് ബിഗൈരി ഹൽവത്തിൽ ഹൽവത്ത് കൂടാതെ. അപ്പൊ ഏതായിരുന്നാലും ഫൽ വജിഹാനി രണ്ട് വജുഹും മുത്തഫിഖാനി രണ്ട് വജുഹും മുത്തഫിഖാണ് അലാ തഹരീമിൻ നവരി, കാഴ്ചയും നോട്ടവും ഹറാമാണ്. വക്കാല ജമൻ, ഒരു കൂട്ടം ഫുഖഹാ പറഞ്ഞത് ലാ യുതഖയ്യദുൽ ഹില്ലു ബിൽ വാജിബ്, ഈ ഹില്ല് വാജിബ് കൊണ്ട് കൈതാക്കപ്പെടില്ല. ഹലാലാണ് എന്ന് പറയുന്നത് വാജിബ് കൊണ്ട് കൈതാക്കപ്പെടില്ല. വാജിബ് മാത്രമല്ല പഠിപ്പിക്കാൻ, അല്ലാതെ പഠിപ്പിക്കാൻ. ഫറഖു ബൈന ഹാദ, അവർ ഫർക്ക് പറഞ്ഞു യാ ജംഉ, ഈ പറഞ്ഞതിൻ്റെ ഇടയിലും ഒമാഫി സദാഖി, മഹറിൻ്റെ അവിടെയുള്ള വരാൻ പോകുന്ന വിഷയത്തിൻ്റെ ഇടയിൽ അവർ ഫർക്ക് പറഞ്ഞു. ബി അന്ന താലീമൽ മുത്തല്ലിഖി, ഈ തലാക്ക് ചൊല്ലിയവൻ പഠിപ്പിക്കും. യംതദ്ദു മാഹു തമഴു, ആ പഠിപ്പിക്കലോടുകൂടെ ഒരു തമഴ്, ഒരു മോഹം നീണ്ടുവരും. ലിസബുഖി മുഖറിബിൽ ഇൽഫത്തി, നേരത്തെ അവർ തമ്മിലുള്ള ഒരു ഇണക്കം അടുപ്പിക്കുന്ന ഒന്ന് മുമ്പ് ഉണ്ടായതാണ്. അത് നേരത്തെ ഭാര്യ ഭർത്താവാണ്. അപ്പം അന്ന് ഇണക്കാകുമ്പോൾ എന്തായി, അവളുമായി ഒരുമിച്ച് കൂടുമ്പോൾ ഒറ്റയ്ക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെയുള്ള പഴയ ആ സ്നേഹബന്ധത്തിലേക്ക്, ആ മോഹത്തിലേക്ക് അത് അടുപ്പിച്ച് കളയും. അതാണ് പ്രശ്നം. ബിഖിലാഫിൽ അജ്നബിയെ, അന്യവർക്ക് മാറുകൊണ്ടായ സ്ഥിതി. ഇവിടുത്തെ വിഷയം അന്യവർ പഠിപ്പിക്കുന്നതിനെ പറ്റി ആരാക്കി, നേരത്തെ അവർ ഒരു ഇണക്കൊന്നും ഉണ്ടായിട്ടില്ല. വാലി, ഈ ജംഇന്റെ കൗല് പ്രകാരം ഫലാബുദ്ധമിൻ തിരിക്ക ഷുറൂത്തി ഹുനായത്, അപ്പറഞ്ഞിരിക്കുന്ന ഷർത്തുകളെ തൊട്ട് ഇവിടെയും കൂടാതെ കഴിയില്ല. അതായത് ജിൻസ് ഇല്ലാതിരിക്കണം, മഹറം ഇല്ലാതിരിക്കണം, മറയുടെ പിന്നിൽ സാധ്യമാവാതിരിക്കണം, പിന്നെ ഖൽവത്തിനെ തടയുന്നതുണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വെളിപ്പെടും. വാഹിറുൻ, ആർക്കും വ്യക്തമാണ്, അന്നഹാ, തീർച്ചയായും അപ്പറഞ്ഞിരിക്കുന്ന ഷർത്തുകൾ ലാ തുഴത്തപ്പുറഫിൽ അമ്രതി, അമ്രതിൻ്റെ കാര്യത്തിൽ അത് പരിഗണിക്കപ്പെടില്ല. ആ ഷർത്തുകളൊന്നും വേണ്ടതില്ല. എന്താ കാരണം? കമാ അലൈഹിൽ ഇജ്മാഉ അൽ ഫീലിയും, കമാ ഒന്നിനു വേണ്ടി അലൈഹി, അതിൻ്റെ മേലാണ് അൽ ഇജ്മാഉൽ ഫീലിയും, ഫീലിയായി ഇജ്മാഉള്ള അങ്ങനെയാണ്. അമ്രതിനിപ്പം എന്തായി ഇവിടെ പഠിപ്പിക്കുന്നത്, അവിടെ ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ടല്ല നടന്നുകൊണ്ടിരിക്കും. വയത്തജുഹിത്തിറാത്തുൽ അദാലത്ത് ഫീം, എന്നാൽ രണ്ടാളിലും അദാലത്ത് ഷർത്താകൽ മുത്തജിയാണ്. കൽ മംലൂക്ക്, ഇതുപോലെ അടിമയെ പറ്റി പറഞ്ഞ പോലെ, അടിമയെ പറ്റി പറഞ്ഞതൊക്കെ രണ്ടാളെന്തായിരിക്കണം, നീതിമാൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ വൽ അവല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഔലയാണ് അദാലത്ത് ഷർത്ത് ആക്കപ്പെടൽ കൊണ്ട്.